എടുത്തിട്ടു ഫോണിനൊക്കെ ഒന്ന് ഇട്ട് നോക്കി അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാ. കുഞ്ഞുണ്ണി വന്നതിന്റെ ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ല സമയത്താണ് നിർത്താൻ തോന്നുന്നത്. ഇനി മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞിനെ കണ്ടില്ലല്ലോ. ഈ 8 വയസ്സിലെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടപ്പോ കണ്ടത് ഇപ്പൊ വളർന്നു വലിയ കളിക്കല്ലേ കുട്ടിയല്ല പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്തു. സേതു ഒന്നിങ്ങോട്ട് വരിക. യൂട്യൂബിന്റെ വീഡിയോ നല്ലതെന്ന് പറഞ്ഞു. ശബ്ദം കുറയ്ക്കോ യൂട്യൂബ് ഇടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് പക്ഷെ പൊതുവാണ് അയാളല്ലാതെ വലിയ സാക്ഷി. അപ്പം ഇവിടെ അപ്പം കൊണ്ടൊന്ന് കിട്ടുകയുള്ളൂ. എപ്പോൾ നോക്കിയാൽ തിരിച്ചട കാര്യമുള്ളൂ. നമ്മുടെ തോന്നുന്നു ആ ചെക്ക തന്നെ അത്രയും വരുമെന്ന് വരിക. ഇവര് ആഫ്രിക്കയും അമേരിക്കയും ഒന്നുമല്ല. ഇവരൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു കള്ള ചക്കനാണ്. തമ്പുരാനോട് നേരിട്ടാണ് പറഞ്ഞാൽ മതി. ആദ്യം തമ്പുരാന്റെ ജോലി ഞാനും കുറച്ചുള്ളതാ. പിന്നെ ഇത് പൊളിച്ചല്ല താൻ ഓട്ടോ വിളിച്ചത് കുപ്പായൊക്കെ മാറ്റില്ല. ഓട്ടോ ഇവിടുത്തെ പഴയ കമ്മീഷനാ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യം. ഇവിടെ ഒരുത്തർ ഉള്ളത് ഇല്ലാത്തത് എല്ലാം ഒരുപോലെയാ. പഴയ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് തെറ്റിട്ടുണ്ട്. പിന്നെ അത്താഴ ശീലയിൽ തൊഴിലിട്ട് ഞങ്ങൾ മലയാളിന്ന് ഇവിടെ വരെ വരാൻ തന്നെ 1.5 മണിക്കൂറാണ്. ഞങ്ങൾ വൈകും. നമ്മേശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കില്ല.
എന്റെ കയ്യിൽ താക്കോല് വേറെയാണ്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? 14 ദിവസമാണ് വയസ്സ് വയ്ക്കുന്നത്. ഒന്നൊന്നിലൊന്ന് എന്നല്ലല്ലോ വിളിച്ചേ നീ എടേ ഹലോ ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം കാത്തിരിക്കണം. ആടാണ് വീരാളിപ്പെട്ട ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയിരുത്തത്. ഈ നാട് മുഴുവൻ തെറ്റിദ്ധരിച്ച് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഹലോ ആ ആരാ ഓ ഓ വേണ്ട അതൊന്നും ഇവിടെ ചെയ്യില്ല അതിട്ടൊന്നും ചെയ്യില്ല വേറെ കൊള്ളൂല വേറെ ഇതാ അത് ഉപയോഗിക്കില്ല ഞാൻ പട്ടിക്കാൻ കൊടുക്കണം അപ്പോൾ ആ കാര്യം പച്ചരിയല്ല അതിട്ട് എന്തൊന്നുള്ള ഒന്നിനും കൊള്ളൂല ചമ്പാരി മണ്ണെണ്ണയും കൂടെ വച്ചേക്ക് ഞാൻ വരാം ശരി ശരി അടുപ്പ് വരിക ഭയങ്കര ഒന്നല്ലാതെ അങ്ങനെ ഇരിക്കുന്നേ ഞാൻ പറഞ്ഞൊന്നുമില്ല അവിടെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പിന്നെ വരാം അവിടെ വേണ്ട മമ്മി പോണെങ്കിൽ പോയി എന്നെ വിളിക്കരുത് അവിടെ വരാൻ ഇത്ര തന്നെ വേറെ എവിടെയെങ്കിലും വിളിച്ചാൽ ഞാൻ വരാം അന്ന് അവിടെ ചെന്നിട്ട് എന്തിനൊക്കെ പറഞ്ഞാൽ തിന്നില്ല പിടിക്കില്ല കയറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്ക് അവിടെ ഇരിക്കില്ല വേണ്ട ശരി ഞാറൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ വൈകുന്നേരം വരാം അതല്ലേ ഞാൻ മലയ്ക്കാ ആ പോവും വ്രതം എടുക്കും അടുത്ത ആഴ്ച മുതൽ അവൾക്ക് പറ്റൂല ഇന്ന് മുതൽ അവൾക്ക് പറ്റൂലെന്ന് നാളെ മുതൽ ഇന്ന് മുതൽ പറ്റില്ല ഇവിടെ ഇറച്ചി മീനൊന്നും വാങ്ങിക്കില്ല എവിടെ എനിക്കെങ്ങനെ അറിയാം അമ്മയ്ക്ക് പറ്റില്ല അവിടെ അമ്മയ്ക്ക് സ്റ്റാച്ചു പോലെ നിൽക്കേണ്ടി വരും എത്ര
കേസിന്റെ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ്? വാദയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു സാക്ഷ്യമാണ്. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്തില്ല. ആരെങ്കിലും വിളിച്ച് നന്നാക്കണം. നിങ്ങൾ ആരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താഴെ? നമ്പീശ ഇങ്ങനെ കാണാൻ ഞാൻ ഒരു നാടകം ചേട്ടാ ചേട്ടൻ പറഞ്ഞ നമ്പീശ കേസിലുള്ളതാണ്. ഏത് കേസ്? പൂച്ച കച്ചവടം. നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ച മുടക്കിയപ്പോ ലാഭമായി. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ഛനെ കൊന്ന അച്ഛൻ പൂച്ച ആളിനെ കൊന്ന. അച്ഛൻ പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഏത് കേസ്, ഏത് അച്ചാറ്, ഏത് പൂച്ച, ആരയാൾ? എന്റെ പേര് ജനാർദ്ദന പയ്യൻ. ഈ പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെ? പയ്യൻ കോ എന്ന് കേട്ടിട്ടുണ്ടോ? ആഹാ. പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? സാധാരണ കേസിന്റെ ഡിസ്കഷൻ വന്നതാ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മതിയല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ് അതെ എന്റെ കാറിന്റെ വഴിയാണോ കാണുന്നത്? ഞങ്ങളുടെ സാറിന് വഴിയിലാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ പലപ്പുറത്താണ് കാണുന്നത്. ആണ് നിമിഷ. സോറി. അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതെന്നാ ഈ മാല? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവുള്ളൂ. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞാ കുറെ നാളായിട്ട് ഇപ്പോഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്കിയേ. നേരെ മടുത്തപ്പോ കണ്ട അറിയാമല്ലോ നീ. എവിടെ പോയി കളിക്കാൻ ഇതുവരെ? നിന്റെ അമ്മായിയപ്പൻ പിള്ളമയ്യൻ ഓരോ മാലെടുത്ത് തലയെ വെച്ച് ഇടത് ചാടി കഴിഞ്ഞാൽ വന്നോടില്ല. അതല്ലടാ, ബസ്സൊന്നും എനിക്ക് കണ്ണ് കാണുന്നില്ല. പച്ച കളർ ചോദിക്കാൻ വന്ന് നീ കണ്ട് അയാളെ കൊണ്ട് ഞാൻ തോച്ചു. അതെ ആ ആനയിലെ കണ്ട. ഓ, ആ മൂപ്പരെ പുറത്ത് നേരമായിട്ട് പുറത്ത് കിടന്ന് കുഞ്ഞുണ്ണി എന്ന് വിളിക്കുന്നു. 2 മണിക്കൂറായി വെള്ളം പോയി തലയൊഴിക്കാൻ തുടങ്ങി. കുളിക്കാൻ കാണിക്കാൻ വാതിലൂടെ കുടുങ്ങില്ലേ? വാതിലൊക്കെ പറ്റുമോ? പോയ കാര്യം